ഇതിന്റെ സ്പെക്ക് നോക്കുകയാണെങ്കിലും ഇതിലെ പേപ്പറിലായാലും ഭയങ്കര അണ്ടർ പവേർഡ് ആയിട്ട് ഒരാൾ ഓട്ടിക്കാൻ നേരത്ത് സ്മൂത്ത് ആയിട്ട് അണ്ടർ പവേർഡ് ആയിട്ട് തോന്നും. പക്ഷേ ഓട്ടിക്കേണ്ട രീതിയിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ചൊരു V4 അടിച്ച് കളയാൻ പറ്റും. അടിച്ച് കളഞ്ഞിട്ടുണ്ട്. നോട്ട് ഒരു 110 കിലോമീറ്റർ സ്പീഡ് വരാം. 0 ഈ V4 അടിച്ച് കളഞ്ഞെന്ന് പറഞ്ഞില്ലേ, ആളെ ഞാൻ കാണിച്ചു തരാം. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ഒരു രാജമല്ലിവിടരുന്ന പോലെ ഇതെഴുതി കയറിപ്പോ ബാബു പയ്യെ പോടാ നീ കയറിപ്പോടാ. ഒരു ദേവരാജമണി ഓർമ്മയില്ല? ഇല്ല. ഞാൻ വീണ്ടും ഒരു ക്ലൂ തരാം. ഞങ്ങളുടെ മുന്നിൽ നിൽപ്പുണ്ട്. ഇത് വെച്ച് V4 അടിച്ച് കളഞ്ഞ കഥ പറ. അത് പറ. ഞാൻ അടിച്ചളഞ്ഞെന്ന് പറഞ്ഞാൽ മതി. നീ ആരെങ്കിലും റേസിന് വന്നു കഴിഞ്ഞാൽ ഞാൻ അടുത്ത് അടിച്ചളഞ്ഞോളാം, എനിക്ക് വലിയ പാടൊന്നുമില്ല. അത് പറയടാ. എടാ ഇത് വെച്ച് V4 അടിച്ചളഞ്ഞാ പറ. എടാ അത് പറയണം ബ്രോ. പിന്നെ ഇതിന്റെ ഫ്യൂൽ എക്കോണമി എങ്ങനെയുണ്ട്? നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ റോഡിലൊക്കെ ആവറേജ് ഇട്ട് ഓടാൻ നേരത്തും എങ്ങനെ പോലും ഒരു 40-42 മൈലേജ് കിട്ടുന്നുണ്ട്. ഹൈവേയിൽ കയറാൻ നേരത്ത് ഒരു തവണ എനിക്ക് ഏകദേശം ഒരു 230-240 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ഓടാൻ നേരത്ത് എനിക്ക് ആകെ ആവശ്യമായിട്ട് വന്നത് 320 എത്രയോ അത്രയും കണ്ട റേറ്റിന് എണ്ണ ആവശ്യമായിട്ട് വന്നത്. ഹൈവേ നല്ല മൈലേജ് ഒരു എനിക്ക് തോന്നുന്നു ഒരു 55-60 മൈലേജ് കിട്ടുന്നുണ്ട്. കാണാനും ലുക്കാണ് മൈലേജ് ഉണ്ട്. ഓക്കെ. പിന്നെ ബ്രോ ഇതിന്റെ ഫീച്ചേഴ്സ് വേറെ എന്തൊക്കെയുണ്ട്? ഇപ്പൊ ഒരു CB200 ഇതിലേക്ക് ഈ ഒരു NX 200 വന്നപ്പോഴത്തേക്കും എന്തൊക്കെയുണ്ട് ഫീച്ചേഴ്സ്? ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ABS ആക്കി, ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ ഈ പറഞ്ഞ കണക്ക് മീറ്ററിന്റെ ഡിസ്പ്ലേ TFT ഡിസ്പ്ലേ ആക്കി. അതിന്റെ കൂടെ തന്നെ പറഞ്ഞ കണക്ക് 10x10 നാവിഗേഷനും കാര്യങ്ങളെല്ലാം അതിൽ വരണുണ്ട്. പിന്നെ ചാർജിങ് പോർട്ട്, അങ്ങനത്തെ ചെറിയ അപ്ഗ്രേഡുകൾ. ബ്രോക്ക് പിന്നെ ഇതിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാന്ന് തോന്നുന്ന ഏതെങ്കിലും ഫീച്ചർ ഉണ്ടോ? ക്രൂസ് കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടോന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് 160cc വണ്ടികളിലുണ്ടെങ്കിൽ പിന്നെ ഇതിന് വരായിരുന്നു. ഓക്കെ. ബ്രോയുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഈ ഒരു NX 200 പറ്റി? ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ ബേസിക്കലി ഞാൻ തൃപ്തനാണ്. ഇപ്പം ഇത് എടുത്തിട്ട് എനിക്ക് അയ്യോ ഇത് എടുത്തു പോയല്ലോ എന്ന് ഇതുവരെ തോന്നിപ്പിച്ചിട്ടില്ല. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അതേപോലെ തന്നെ ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ ഇതും കൊണ്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ നോക്കും ഇതേത് വണ്ടി എന്ന് പറഞ്ഞ് നോക്കാൻ നേരത്ത് കിട്ടുന്ന ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതേപോലെ ഇത് എനിക്ക് തിരിച്ചു തരുന്ന ഫീഡ്ബാക്ക്, ഇത് ഭയങ്കര ഓവർ പവേർഡേ അല്ല, ഇത് നോർമൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. പക്ഷെ എന്റെ ആവശ്യത്തിന് ഇത് പക്ക പെർഫെക്റ്റ് ആണ്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ ന്യൂ ആയിട്ട് വേറെ ആൾക്ക് മേടിക്കാൻ പ്ലാൻ ചെയ്യണം, അയാൾക്ക് കൊടുക്കാനുള്ള ഒരു സജഷൻ എന്താണ്? സജഷൻ എന്ന് പറയുമ്പം ഇതും നിങ്ങൾ നോക്കുന്ന വഴിക്കിൽ ഇത് നോക്കുന്നുണ്ടെങ്കിൽ ഇത് കണ്ണും പൂട്ടിയത് എടുക്കുക, വെർത്താണ്.